ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തീറ്റ പ്രാന്തന്മാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തീറ്റ പ്രാന്തന്മാരിൽ പുതിയൊരു അംഗം ഒരു അടിപൊളി മത്തി ഫ്രൈയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പേരെന്താണെന്ന് അവനോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയുടെ പേര് ഒരു തട്ടിക്കൂട്ട് മത്തി ഫ്രൈ എന്നാണ്. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ. ഇതിനായി 1/2 കിലോ നാടൻ മത്തി നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തു. ഇനി മത്തി ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാല നമുക്ക് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, 5-6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 മുറി നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. തയ്യാറാക്കിയ മസാല മത്തിയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കുറച്ചു നേരം മാറ്റിവെക്കാം. മസാല പുരട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. നമ്മുടെ തട്ടിക്കൂട്ട് മത്തി ഫ്രൈ തയ്യാറാക്കുന്നത് വിറകടുപ്പിലാണ്. അതിനായി ഒരു മൺചട്ടി വെച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് മത്തി ഓരോന്നായി ഇട്ടു കൊടുക്കാം. മത്തി ഒരു വശം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മത്തി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് തട്ടിക്കൂട്ട് മത്തി ഫ്രൈയുടെ ഇന്നത്തെ പ്രധാന താരം വാഴയുടെ തളിരിലയാണ്. 1 കഷ്ണം തളിരിലയും 3 നില ഉണക്കമുളകും കുനുകുനാ നരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മൊരിഞ്ഞ മത്തിയുടെ മുകളിലേക്ക് വിതറി കൊടുക്കാം. നോക്കി, നമ്മുടെ മത്തി ഫ്രൈ നല്ല കിടില ലുക്കായിട്ടുണ്ട്. ഇതൊന്ന് മൊരിയട്ടെ. നമ്മുടെ തട്ടിക്കൂട്ട് മത്തി ഫ്രൈ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഇലയിലേക്ക് പകർത്തി വെക്കാം. ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അച്ഛനാണ്. നമുക്ക് അഭിപ്രായം കേൾക്കാം. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. വളരെ രുചികരവും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് നമ്മുടെ തട്ടിക്കൂട്ട് മത്തി ഫ്രൈ. നമ്മുടെ തട്ടിക്കൂട്ട് മത്തി ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.